السلام عليكم يا زملائي، كيف الحال؟ هل أنتم طيبون؟ أحسن. എല്ലാവരും നല്ല ഉഷാറായി ക്ലാസ് ഒക്കെ കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കാൻ വന്നിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാ നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അതെ, ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു അല്ലേ? അതിൽ ചെറിയ മന്ത്രവിദ്യകളൊക്കെ കാണിച്ചിരുന്നു, ഓർക്കുന്നോ? എല്ലാവർക്കും മാജിക് ഓർമ്മയുണ്ടല്ലേ? അതിലെന്താ നമ്മൾ കാണിച്ചത്? നമ്മുടെ തന്നൂറെ കൊണ്ടുവന്നു അല്ലേ? തന്നൂറെ കൊണ്ടുവന്ന് ബന്തലൂരെ കൊണ്ടുവന്ന് ഈ രണ്ടുപേരെയും തിരിച്ച് നമ്മൾ സ്ക്രീനിൽക്കും എത്തിച്ച് അല്ലേ? അങ്ങനെ നമ്മൾ ഇനി തന്നൂറേയും ബന്തലൂനൊന്നും മറക്കില്ല അല്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി, നമ്മൾ മലാബിസിനെ പറ്റി മനസ്സിലാക്കി, അതിനെപ്പറ്റി 3-4 സെന്റൻസുകൾ എഴുതി നോക്കി അല്ലേ? എന്നിട്ട് ടീച്ചർ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അത്? എന്താ? അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു യാത്ര പോകാന്നല്ലേ? എല്ലാരും തയ്യാറല്ലേ യാത്ര പോകാൻ? Are you ready? Ahsan, ready. All are ready. Then we can go. എവിടേക്കാ? പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ പോവാറുള്ള ഒരു വെല്ലുപ്പായും വെല്ലുമ്മായും ഒക്കെ ഇല്ലേ? അതുപോലെ ഒരു കൊച്ചുമോന്റെ വെല്ലുപ്പാടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ കൊച്ചുമോന്റെ പേരെന്താണെന്നറിയോ? കൊച്ചുമോന്റെ പേരെന്താണെന്നറിയോ? അറിയോ? ഹാഷിർ. മസ്മുഹു ഹാഷിർ. അപ്പൊ നമുക്ക് പോകാം. ഏത് ബസ്സിലാ പോവേണ്ടത്? അത് തന്നെ, ബസ്സിനല്ല പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്കിന്ന് വേറെ തരത്തിലായിട്ട് പോകാം. എങ്ങനെയാ? നമ്മളുടെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും കണ്ണുകൊണ്ടും സംസാരം കൊണ്ടും നമുക്ക് പോകാം. ഹയ്യ ഹയ്യ നിർഹബ്. ആരുടെ കൂടെ പോകുന്നത്? നമ്മുടെ ഹാഷിറിന്റെ കൂടെ. അവിടെ ഹാഷിറും അവന്റെ വെല്ലുപ്പയും തമ്മിൽ ഒരു ഹിവാറൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കാം. എങ്ങനെയാ അവരുടെ ചർച്ചയെന്ന് കാണണ്ടേ? അവരുടെ സംസാരം എന്താണെന്ന് കേൾക്കണ്ടേ? നമ്മുടെ വെല്ലുപ്പാടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് പോലെയാണോ ഹാഷിറും സമയം ചെലവഴിക്കുന്നതെന്ന് കാണണ്ടേ? കാണാം. ഉള്ളുർ ഇലല്ലൗഹ. യൗമുൽ ഈദ്. മാതാ? യൗമുൽ ഈദ്. ഹാഷിർ. അസ്സലാമു അലൈക്കും യാ ജദ്ദി. ഈദുക്കും മുബാറക്. അൽ ജദ്ദ്. വഅലൈക്കും അസ്സലാം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഹാഷിർ. കൈഫൽ ഈദ് മഅക്കും? അൽ ജദ്ദ്. ഈദുൻ സഈദ്. അൽഹംദുലില്ലാഹ്. ഹാഷിർ. أين الجدة؟ أين الجدة؟ الجدة. يا بني أنا موجودة. أنت وحدك؟ حاشر. لا، بابا وماما في الطريق. أين فاطمة؟ الجدة. هي تلعب في بيت جارنا. حاشر. متى يأتي الخال من دبي؟ الجد. بعد ساعة ينزل في المطار. يوم العيد. എന്താണ്? പെരുന്നാൾ ദിവസം, പെരുന്നാൾ ദിനം. ഹാഷിർ വന്നേക്കാണ് വെല്ലുപ്പാടെ വീട്ടിൽ. ഹാഷിർ വെല്ലുപ്പാനോട് പറയാണ്, അസ്സലാമു അലൈക്കും യാ ജദ്ദി. അസ്സലാമു അലൈക്കും യാ ജദ്ദി. വെല്ലുപ്പ
അസ്സലാമു അലൈക്കും. വല്യുപ്പാനെ കണ്ടപ്പോ ഹാഷിർ എന്ത് ചെയ്യാണ്? വല്യുപ്പാനെ അഭിസംബോധന ചെയ്യാണ്. ഈദുക്കും മുബാറക്, ഈദുക്കും മുബാറക്. പെരുന്നാൾ ആശംസകൾ, പെരുന്നാൾ സന്തോഷങ്ങൾ. അല്ലേ? നമ്മൾ വല്യുപ്പാനെയും പെരുന്നാളിൻ്റെ ദിനം ആരെ കണ്ടാലും ഈദ് മുബാറക്ക് പറയാറില്ലേ? അതുപോലെ വല്യുപ്പാട് അടുത്ത് ചെന്നപ്പോ ഹാഷിർ പറയാണ് ഈദുക്കും മുബാറക്. അപ്പോ ജദ് എന്താ പറഞ്ഞതെന്ന് നോക്കാം. മാമാനാൾ ജദ്, ഗ്രാൻഡ് ഫാദർ. വെരി ഗുഡ്, അഹസൻ. എന്താണ് ജദ്? വെല്ലുപ്പ, വെല്ലുപ്പ, പാപ്പ, അങ്ങനെ എന്തും പറയാ. ഗ്രാൻഡ് ഫാദർ. അപ്പൊ വെല്ലുപ്പ ഹാഷിറിനോട് പറയാണ് വലൈക്കും അസ്സലാം. വെല്ലുപ്പാക്ക് വളരെ സന്തോഷായി. മോൻ സലാം ചൊല്ലിയതിന് മറുപടി പറയാണ് വലൈക്കും അസ്സലാം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നമ്മിൽ നിന്ന് അല്ലാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. രണ്ടുപേരും ആശീർവദിച്ചല്ലോ, അത് എല്ലാവരും നിന്നിട്ട്, നമ്മളിൽ നിന്ന് എല്ലാവരും നിന്നിട്ട് അത് സ്വീകരിക്കട്ടെ. ഹാഷിർ. അപ്പൊ ഹാഷിർ ചോദിക്കാണ് കൈഫൽ ഈദ് മഅക്കും. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാള്? കൈഫൽ ഈദ് മഅക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പെരുന്നാള്? പൽജദ് പറയാണ് ഈദുൻ സഈദ്, ഈദുൻ സഈദ്. എന്താണ്? അൽഹംദുലില്ലാഹ്, ഈദുൻ സഈദ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിച്ച് സന്തോഷകരമായിരുന്നു പെരുന്നാള്, സന്തോഷകരമായിരുന്നു. ഈദുൻ സഈദ്. അപ്പോ ഹാഷിർ ചോദിക്കാണ് ഐനൽ ജദ്ദ. വല്യുപ്പാനെ കണ്ട് ഓടി വന്ന് കണ്ട് വല്യുപ്പാനെ കണ്ട് സലാം ചൊല്ലി. അപ്പൊ വേറൊരാളെ നോക്കിയിട്ട് കാണാനില്ല. ആരെയാ? ആ, നമ്മുടെ വല്യുമ്മാനാ. വല്യുമ്മ കാണണ്ടേ? വേഗം ഹാഷിർ ചോദിക്കാണ് ഐനൽ ജദ്ദ, വല്യുമ്മ എവിടെ? വേർ ഈസ് മൈ ഗ്രാൻഡ് മദർ? അൽ ജദ്ദ. വല്യുമ്മ പറയാണ്, എന്താ പറഞ്ഞത്? വല്യുമ്മാനെ നമ്മൾ അവിടെ കണ്ടോ? ഇല്ല. പക്ഷേ വല്യുമ്മയുടെ ശബ്ദം ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നാണെന്ന് കേട്ടോ. യാ ബുനയ്യ അന മൗജൂദ, യാ ബുനയ്യ അന മൗജൂദ, അന്ത വഹ്ദ, അന്ത വഹ്ദക്. നീ ഒറ്റക്കാണോ? യാ ബുനയ്യ അന മൗജൂദ അന്ത വഹ്ദക്. എൻ്റെ മോനെ, ഞാൻ ഇവിടെയുണ്ട്. നീ ഒറ്റക്കാണോ വന്നത്? വല്യുമ്മ എവിടെ നിന്നിട്ടാ അപ്പൊ പറഞ്ഞത്? അറ്റത്ത് നിന്നിട്ടല്ലേ, എവിടെയോ നിന്നിട്ടാ പറയുന്നത്. എവിടെയാ? പെരയുടെ വീടിന്റെ അകത്ത് നിന്നിട്ട് വല്യുമ്മ വിളിച്ചു പറയാണ് ഞാൻ ഇവിടെ ഉണ്ട്, അനമൗജൂദ, ഞാൻ ഉണ്ടിട്ട് ഇവിടെ. അപ്പോ അന്ത വഹ്ദക്, നീ ഒറ്റക്കാണോ? അപ്പൊ ഹാഷിർ പറയാണ് ലാ ബാബ വ മാമ ഫിത്വരീഖ്. ഉപ്പയും ഉമ്മയും വഴിയിലുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഹാഷിർ അങ്ങനെ പറഞ്ഞത്? ആ, ഉമ്മയും വാപ്പയും വഴിയിലുണ്ട്, ഞാനിവിടെ എത്തി. അങ്ങനെയല്ല. അത് നമ്മളൊക്കെ വല്യുപ്പാടെ വല്യുമ്മാടെയൊക്കെ അടുത്ത് പോകുമ്പോ വീടെത്താറാകുമ്പോ എന്താ ചെയ്യാറ്? എന്താ ചെയ്യാറ്? ഓടും അല്ലേ? ഉമ്മാടെ ഉപ്പാടെ കൈവിട്ടിട്ട് നമ്മള് ഒറ്റ ഓട്ടം കൊടുക്കും. ഇക്കാക്ക ഇത്താത്തയൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിച്ചോടിയിട്ട് ഞാനാണ് ഫസ്റ്റ് എത്തിയത് എന്ന് പറയും ഇല്ലേ? അതുപോലെ എല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹാഷിർ ഓടി എത്തിയൊക്കെയാണേ. ഉമ്മയപ്പ വഴിയിലെത്തിയിട്ടുള്ളൂ. അപ്പൊ ഉമ്മയപ്പ പറയും മോനെ വീഴല്ലേ, വീഴാതെ പോണേന്ന് പറയും അല്ലേ? എല്ലാവരും ഒരു കള്ളച്ചിരി ചിരിക്കുന്നുണ്ട്. ടീച്ചർക്ക് മനസ്സിലായി എല്ലാവരും അത് തന്നെയാ ചെയ്യാറെന്ന്. ഓക്കെ, ടീച്ചറും ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പോ ഓടി എത്തിയിട്ട് പറഞ്ഞു ഉമ്മയും ഉപ്പയും ബാബാവ മാമ ഫിത്വരീഖ്. ഉമ്മ ഉപ്പയും വഴിയില്ല, ഞാനിവിടെ ആദ്യം എത്തിയതാ. ആകെ പരതേണിന്നിട്ട്
ആര്? നമ്മുടെ ഹാഷിർ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലായിടത്തും. എന്താ കാര്യം? അടുത്ത ചോദ്യം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അയിന ഫാത്തിമ, അയിന ഫാത്തിമ, എവിടെ ഫാത്തിമ? എവിടെ? വേർ ഈസ് മൈ ഫാത്തിമ? വേർ ഈസ്? എൻ്റെ ഫാത്തിമ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഫാത്തിമ ആരായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? ആരായിരിക്കും? നമ്മുടെ വെല്ലുപ്പാടെയും വെല്ലുമ്മയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ കൊച്ചാപ്പയുടെ മക്കളോ മാമാടെയോ അമ്മായിയുടെയോ ഒക്കെ മക്കളൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ നമ്മുടെ ഹാഷിറിൻ്റെ മാമയുടെ മകളാണ് ഫാത്തിമ. അവിടെ ചെന്നപ്പോൾ ഹാഷിറിൻ്റെ മാമാടെ മോളെ ഹാഷിർ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്താ ജദ്ദ മറുപടി പറഞ്ഞത്? വെല്ലുമ്മ എന്താ മറുപടി പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. അൽ ജദ്ദ ഹിയ തൽഅബു ഫീ ബൈത്തി ജാരിന. എന്താ പറഞ്ഞത്? ഹിയ തൽഅബു ഫീ ബൈത്തി ജാരിന. അവള് നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ കളിക്കുകയാണ് അല്ലേ? പെരുന്നാളൊക്കെയാണ്, വീട്ടിൽ വേറെ ആരും കളിക്കാനൊന്നുമില്ല, നല്ല സന്തോഷ ദിവസമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ഫാത്തിമ അല്ലേ? അപ്പോൾ അയൽവാസിയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയതായിരിക്കും അല്ലേ? ഹിയ തല്ലബു ഫി ബൈത്തി ജാരിന. ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുക അവള്. അപ്പൊ ഹാഷിർ അടുത്ത ചോദ്യം വന്നിട്ട് ഹാഷിർ തുരുതുരാ ചോദ്യങ്ങളാണേ. ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ? ആ അന്വേഷണത്തിലാണ് ആശാൻ. ഹാഷിർ ചോദിക്കാണ്, മത്താ യഅതിൽ ഹാൽ മിൻ ദുബായ്, മത്താ യഅതിൽ ഹാൽ മിൻ ദുബായ്. എപ്പോഴാ എൻ്റെ മാമ വരുന്നത്? എവിടെ നിന്നിട്ടാ? ദുബായിൽ നിന്നിട്ടേ. ദുബായിൽ നിന്നിട്ട് എൻ്റെ മാമ എപ്പോഴാ വരുന്നത്? മത്താ യഅതിൽ ഹാൽ മിൻ ദുബായ്. എപ്പോഴാ മാമ ദുബായിൽ നിന്ന് വരുന്നത്? അപ്പോ ജദ് മറുപടി പറയാണ്, അൽ ജദ് ബഅദ സഅത്തിൻ യൻസിലു ഫിൽ മത്വാർ. ബഅദ സഅത്തിൻ യൻസിലു ഫിൽ മത്വാർ. വെരി ഗുഡ്. എപ്പോഴാ വരുന്നത്? 1 മണിക്കൂർ കഴിയുമ്പോൾ. എവിടേക്കാ വരുന്നത്? ഫിൽ മത്വാർ. മാമഴന മത്വാർ. ഫി ബിലാദിന അൽ മത്താറു ദുവലി നെടുമ്പാശ്ശേരി. അൽ മത്താറു ദുവലി നെടുമ്പാശ്ശേരി. അൽ മത്താർ കരിപ്പൂർ. വ മത്താർ ഫി തിരുവനന്തപുരം. വ മത്താർ ഫി കണ്ണൂർ. ആരൊക്കെ പറഞ്ഞു? ഒച്ച പറഞ്ഞ ടീച്ചർ ഇവിടെ കേക്കട്ടെ. അത് തന്നെ, മത്താർ മഴന എയർപോർട്ട്. എന്താണ്? വിമാനത്താവളമാണല്ലേ? ദുബായിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് വരികയാണ്. ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക്, അന്തർദേശീയ വിമാനത്താവളം അൽ മത്താറു ദുവലി അല്ലേ? എന്താണ്? അൽ മത്താറു ദുവലിയിലേക്ക് വരികയാണ് അല്ലേ? അപ്പോ മാമ 1 മണിക്കൂർ കഴിയുമ്പോൾ മത്വാറിൽ എയർപോർട്ടിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേരും. എല്ലാവർക്കും ഇത് ഇഷ്ടമായില്ലേ? നമ്മുടെ വെല്ലുപ്പാടെയും വെല്ലുമ്മാടെയൊക്കെ അടുത്ത് ചെന്ന് ഇതുപോലെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമാണല്ലേ? അല്ലേ? അതെ, അതിനിടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അല്ലേ? അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ടാവും. അപ്പം തന്നെ ഉണ്ടാക്കി തരും അല്ലേ? നല്ല മധുരത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് തിന്നുമ്പോൾ ആ ഉള്ള മധുരത്തേക്കാൾ ഇരട്ടി മധുരമാ നമ്മുടെ വെല്ലുപ്പയും വെല്ലുമ്മയൊക്കെ തരുമ്പോൾ അല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര പോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും നമ്മുടെ വെല്ലുപ്പാടെയും വെല്ലുമ്മാടെ അടുത്തെത്തിയതുപോലെ തോന്നിയല്ലേ? അതെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് 3 തവണ 3 മറാത്തിൻ 3 തവണ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. എങ്ങനെ വായിക്കുക? ടീച്ചർ വായിച്ചു തന്നത് കേട്ടിട്ട് കൈവച്ച് ഓരോ വാക്കും കൈവച്ച് വായിച്ചു നോക്കണം കേട്ടോ. നല്ല മിടുക്കരാണ് കേട്ടോ. അപ്പൊ നല്ല മക്കളായിട്ട്
ടീച്ചറിന്റെ മക്കൾ അത് വായിക്കണം. പിന്നെയോ ഒരു ആക്ടിവിറ്റി തരാം ടീച്ചർ, ചെയ്യോ? ആർ യു റെഡി? യെസ്, എല്ലാവരും റെഡിയാണ്. നമുക്ക് കുറച്ച് എഴുതിയാലോ? അധികമൊന്നും എഴുതണ്ട അല്ലേ? നമ്മുടെ കൈയക്ഷരം ഭംഗിയാക്കാനായിട്ട് ഒരു എഴുത്ത് എഴുതാം അല്ലേ? അപ്പോൾ ടീച്ചർ പേജ് നമ്പർ 13 ഒരു കാര്യമുണ്ട്. അത് ടീച്ചർ ഇവിടെ ലിങ്കായിട്ട് ഇട്ടിട്ടുണ്ട്, താഴെ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ്? യാ ബുനയ്യ അന മൗജൂദ അൻത വഹ്ദക്. ആ സെന്റൻസ് ഒരു 4 വരി, 4 വര കോപ്പിയിൽ ഒന്ന് എഴുതണം. എന്തിനാ എഴുതുന്നത്? നമ്മുടെ കൈയക്ഷരം നല്ല ഭംഗിയായി തീരാനായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യണം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഓർമ്മ വന്നോ? നമ്മുടെ കൊച്ചു കൂട്ടുകാർ ടീച്ചർക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അതൊന്ന് കാണണ്ടേ? കാണാം. ദാ നമ്മുടെ ലൗഹയിലേക്ക് നോക്കിക്കോ. നമ്മുടെ കൊച്ചു കൂട്ടുകാർ അയച്ചു തന്ന ആക്ടിവിറ്റീസ് കാണാം. ഇതുപോലെ നിങ്ങൾക്കും ടീച്ചർക്ക് ആക്ടിവിറ്റീസ് അയച്ചു തരാം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ടീച്ചർക്ക് അയച്ചു തരണം. വീഡിയോ ആകുന്നവർ വീഡിയോ ആയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. അല്ലാത്തതോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടാവണം. ഇതെല്ലാം കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്, അത് മറക്കാൻ പാടില്ല. താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ടീച്ചറിന്റെ കുഞ്ഞു മക്കൾ ഇപ്പോഴത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് പാഠമൊക്കെ നല്ല പോലെ വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.